അങ്ങനെ നമ്മൾ യാത്ര പോകാൻ ഇറങ്ങി അല്ലേ ഈശോബി? പക്ഷേ ഈശോബിക്ക് അറിഞ്ഞുകൂടാ നമ്മൾ എവിടെയാണ് പോകണേന്ന്. ഞാനും എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ഫ്രണ്ട്സ് 2 പേരും മാരേജ് ചെയ്തിട്ടുണ്ട്. ഒരാൾ കഴിഞ്ഞിട്ടില്ല, അപ്പോൾ അവയില്ല. അതിന് 2 പേരുണ്ട്. രാജേഷും ഒരു മാസം ഒരു കൊല്ലം അവൻ്റെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും കല്യാണം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പം രാജേഷും ലിജുവും നമ്മളെ കൂടെ, അവരുടെ ഫാമിലി മൊത്തം നമ്മളെ കൂടെ ഉണ്ട്. അപ്പോൾ ഈശോപ്പി ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമാണ് ഒരുമിച്ച് പോകണമെന്ന്. പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല. 6-7 വർഷം അങ്ങനെ നമ്മൾ കല്യാണം കഴിയുന്ന വർഷമല്ലേ ഉള്ളൂ. അതിന് മുന്നേ അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങിയതാ. വെളുപ്പിനെ ഒരു 3 മണിയില്ലേ, 3 മണിയായി. അടുത്ത എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് എൻ്റെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ പോവുകയാണ് അങ്ങോട്ട്. പോയിട്ട് വരാം. സ്ഥലം അറിയണോ? പറയൂല. അടിപൊളിയല്ലേ? എണീറ്റില്ല. വീട്ടിലെത്തി. വീട്ടിൽ ലൈറ്റ് ഔട്ടൊക്കെ ഉണ്ട്, പക്ഷെ എണീറ്റില്ല ആള്. കോറൊന്നും അകത്ത് കയറിയിട്ടിട്ടില്ല. ഇനി വിളിക്കണം. ഇത് ശരിക്കുള്ള മുണ്ടി. ഇവിടെ വന്ന് നമ്മൾ വെയിറ്റ് ചെയ്ത് കൊണ്ടുപോകണം, എങ്കിലേ വരുള്ളൂ. ഇവിടെ നിന്ന് ആരോ കാറിൻ്റെ ഇടയിൽ കൂടെ ഒളിച്ച് വരുന്നുണ്ട്. കണ്ട് ഔട്ട്ഫിറ്റ്, ഇതാണ് ഔട്ട്ഫിറ്റ്. അടിപൊളി. അവരിറങ്ങി. കെവിനെ കൊണ്ടുവന്നു. കെവിൻ നല്ല ഉറക്കത്തിൽ വണ്ടിക്കകത്ത് കിടത്തി. നല്ല ഉറക്കത്തിലായിരുന്നു. ചാടി അടിച്ച്. അവൻ പോലും പറഞ്ഞില്ല എന്താണ് സംഭവിക്കുന്നത്. ഇരുന്നുറങ്ങണം. കണ്ണു തുറന്ന് ഇതാര് വന്നെങ്കിലും ഞാൻ ഉറങ്ങാൻ സമ്മതിക്കില്ല. നമ്മൾ ഇവിടെ തിരിച്ചു അടുത്ത ഫാമിലി എടുക്കാൻ പോകുന്നു. ഇവിടെ ഓണപ്പരിപാടി നടന്ന ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളല്ലേ. അത് കാണാൻ പറ്റണല്ലേ ഇപ്പൊ. കൊള്ളാല്ലേ. അങ്ങനെ നമ്മൾ ലിജുവിന്റെ വീട്ടിലെത്തി. നമ്മൾ 2 കാറിലായിട്ടാണ് പോകണം. സിയാൻ വന്നിട്ട് ഓടി. സിയാൻ വന്നു. സിയാൻ വന്നു. കൂട്ടുകാരുണ്ട്. വാ വാ വാ. കെവിനെ സിയാൻ സന്തോഷായി. രണ്ടുപേരും ഹാപ്പിയായി. ബിജു ശ്രീകുട്ടി ഇതാ വന്നിരിക്കുകയാണ്. ബിജു ശ്രീകുട്ടി എത്തിയിരിക്കുകയാണ്. ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. മുണ്ടക്കയ ഇടുക്കി മുണ്ടക്കയത്ത്. ഫുഡ് കഴിക്കാൻ കയറാണ് ഈശോപ്പി. ചായ എല്ലാം കുടിക്കുക. എന്തിനാണ് കഴിക്കുക? ഇതാ നിലമോളും അനുമോളും. നമ്മൾ റാണിയിലാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറുന്നത്. എവിടെ? തേനീച്ച കൂട്. നമ്മളൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടി, നമ്മളൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടി ഈ ഹോട്ടലിലാണ് എടുക്കുന്നത്. ഫുള്ള് കിടന്ന് ഉറക്കം. എന്നിട്ട് നടക്കുന്ന നടപ്പ് കൊണ്ട് കഴിഞ്ഞാൽ എല്ലാം കണ്ട് എൻജോയ് ചെയ്ത പോലെ. ഫിറ്റ് ചെക്കിങ് ഇടയിലൊക്കെ ഏട്ടാ എല്ലാം. ഇത് ശരി. കുമാർ ഇതാണ് കേരളം ബോർഡർ കഴിഞ്ഞ് തമിഴ്നാട്ടിലൂടെ കടന്നു. തമിഴ്നാട്ടില്
നെല്ലിക്ക. അയ്യോ വണ്ടിയിൽ ചാവി ഇട്ടിട്ടടാ ജോസായ. നാട്ടില് നെല്ലിക്ക ഉപ്പിലിട്ടത്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. സൂപ്പർ അല്ലേ? അതൊന്നാ വേണ്ട അവിടെ ആ വാങ്ങിച്ചു പോട്ട് കേളി രായ്ക്ക് വാങ്ങിച്ചു പോത്തി വാങ്ങിച്ചു ചെല്ലി. ഉപ്പിലിട്ട മാങ്ങ എല്ലാം മലയാളത്തിൽ എഴുതിക്കണം കേട്ടോ. തമിഴ്നാടായിട്ട് എല്ലാം മലയാളം പോലെ തന്നെ എഴുതിക്കണം. പല ഐറ്റംസ് ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. കൊള്ളാല്ലേ, വെറൈറ്റി അല്ലേ ഇതാ. പിന്നെ കാണാൻ നെല്ലിക്കുണ്ട്, നല്ല ഐറ്റം ഉണ്ട്. കഴിച്ചോ, കൊള്ളാം. എങ്ങനെയുണ്ട്? അനു കണ്ടറിഞ്ഞ് ഓടി വരികയാണ്. പിള്ളേർ ജനക്കൂട്ടം. അവിടെ അങ്ങനെ ജ്യൂസ് കിട്ടിയാ? അയ്യോ നിലവിള ഇറങ്ങിയ. ഓ ഭാഗ്യം. നാട്ടിലെ കപ്പലുണ്ടായി. എനിക്ക് ഇങ്ങോട്ട് അതൊന്നുമല്ല, അതൊന്നുമല്ല. ഇതാണ് തമിഴ്നാട്ടിലെ കപ്പലുണ്ട്. തീക്കുട്ടി പറയുമ്പോൾ ചവിട്ടി അയച്ച് ഉണ്ടാക്കാനാകും. എന്നാലും ഒരു ഉടുപ്പില്ലാതെ തന്നെയാണ്. ജാഷിന് എത്ര നിന്നും കൊതി തീരുന്നില്ല. അരക്ക് കുടിക്കുന്നത് ചെയ്യാനും മിച്ചർ മുട്ടായി. ഏൽപ്പിച്ചു. നാട്ടില് മിച്ചർ മുട്ടായി. തമിഴ്നാട്ടിലെ റോഡ് കണ്ടു. ഈ ഷോപ്പ് ഇതോ വിളിച്ച് നിൽക്കുകയാണ്. ഈ ഷോപ്പിൽ കരിക്കും കപ്പലിൻ്റെയൊക്കെ കഴിച്ച് കുടിച്ചൊക്കെ. ആ മഴ, തമിഴ്നാട്ടിൽ മഴ 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 നല്ല കയറും. ഇതാ കട മുടിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന അനു. എന്താ നീ കരിക്കുളിച്ച് താഴ്ന്നു പോയാൽ ശരിയാലും മഴ കണ്ടപ്പോൾ സന്തോഷം. അല്ലെ, ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് തമിഴ്നാട്. ഗുണ്ടല്ലൂർ കാടാ ഇത്. എന്തോ സംഭവം ഉണ്ട്. അടിപൊളി കേട്ടോ. ഇവിടെ കാണാൻ വേണ്ടി അടിപൊളി തന്നെയുണ്ട്. ഇവിടെ ക്യാമറയൊന്നും ഇല്ല കേട്ടോ. അത് കുഴപ്പമില്ല. മുന്തിരിപ്പാടം തേടി നമ്മൾ പോവുകയാണ്. ഇനി 4 കിലോമീറ്റർ ഉണ്ട്. അടിക്കടി മുന്തിരി പെട്ടിയതായിരിക്കണം. ഇവിടെ മുന്തിരി കേരളത്തിൽ കൊണ്ടുവരണം. ഇവിടെ ഉണ്ട്. ഇല്ല ഈശോപ്പി മുന്തിരിപ്പാടം കാണണ്ട. മുന്തിരിപ്പാടം ഇതാണ് മുന്തിരിപ്പാടം. സ്ഥലത്തിന്റെ പേരെന്താണെന്നൊരു പിടുത്തം കിട്ടണല്ലോ. നമ്മള് ഈ സ്ഥലത്തിന്റെ പേരെന്തല്ലേ ചു? നല്ല തിരക്കുണ്ട് ഇവിടെയൊക്കെ. ഈശോപ്പി മുന്തിരിപ്പാടം ഡാൻസ് കളിക്കുന്ന തിരക്കിലാണ്. ഇത് മുന്തിരിപ്പാടം. ഇവിടെ ബാത്റൂം, മുന്തിരിപ്പാടം, ഫ്രൂട്ട്. ആ മുന്തിരി ജ്യൂസൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാ മുന്തിരി ജ്യൂസൊക്കെ ഉണ്ട്. ഏതാ ഉണ്ട് ഇവിടെ പിള്ളേരാ. സിയാനും കെവിനും കൂടെ കളി തന്നെയാണ്. അപ്പോൾ ഈശോപ്പി അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഈശോപ്പി മുന്തിരിപ്പാടം നോക്കി. മുന്തിരിപ്പാടം പഠിച്ചാ? മുന്തിരിപ്പാടം ഓപ്പൺ ആവില്ല. നെറ്റ്വർക്ക് തമിഴ്നാടാണ്. നെറ്റ്വർക്ക് ഇഷ്യൂ പ്രോബ്ലമാണ്. മുന്തിരിപ്പാടത്ത് ഈശോയ്ക്ക് ഡാൻസ് കളിക്കണമെന്ന് പറയണത് ആണ്. മുന്തിരിപ്പാടത്തിൽ പോകുന്ന MCR മുന്തിരിത്തോപ്പ്. ഈശോപ്പി മുന്തിരി ഓരോന്നായിട്ട് എടുത്ത് കഴിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഇപ്പൊ കിട്ടിയത് തന്നെ. അവർ അടികളെ പറ്റിക്കണം. പിന്നെ നടന്നു പോവുകയാണ്. ഒന്നും മുന്തിരിയൊന്നും ഇല്ല. മുന്തിരിയൊക്കെ വളരണേ ഉള്ളൂ. പറ്റിക്കപ്പെട്ടു. ഈശോയ്ക്ക് നിരാശ. മുന്തിരി ഇല്ലാത്തതിന്റെ വിഷമത്തിൽ. മുന്തിരി എവിടെ? നീ എങ്ങനെ മുന്തിരി പിടിക്കുമെന്ന് പറഞ്ഞ? മുന്തിരി എങ്ങനെ തൊടുമെന്ന് പറഞ്ഞ? ഇങ്ങനെ തൊടും മുന്തിരി?
അയ്യോ പാവം മുന്തിരി ഇല്ല. അയ്യോ പാവം. അയ്യോ വല്ലാത്തൊരവസ്ഥയായി വീശപ്പി. അങ്ങനെ മുന്തിരി തോപ്പ് കണ്ട് സന്തോഷത്തിലാണ്. എവിടെ കിട്ടിയ പറയാം. അത് സന്തോഷമാണ്. മുന്തിരിത്തോട്ടങ്ങളെ കൊള്ളാല്ലേ? മുന്തിരിത്തോട്ടം കണ്ടതിന് സന്തോഷത്തിൽ ഈശോക്ക് പോവുകയാണ്. ഇതാ മുന്തിരി കണ്ടതിന്റെ സന്തോഷത്തില് മുന്തിരിയൊക്കെ തലയിലിടിച്ചു. മുന്തിരിത്തോട്ടാണോ ഫസ്റ്റ് ടൈമല്ലേ മുന്തിരി പാടം കാണണ? കളിക്കണോ? പാട്ട് വയ്ക്കോ? എല്ലാരും ഓ അല്ല വാ നമുക്ക് കളിക്കാം. വാ നമുക്ക് നല്ല ആളെ ഇവിടെ മുന്തിരിത്തോട്ടം മുന്തിരിപ്പാടം കണ്ടല്ലോ. അടിപൊളി മുന്തിരിത്തോട്ടം. സോറി മുന്തിരിത്തോട്ടം. ഇവിടെ മുന്തിരിത്തോട്ടം എഴുതി വെച്ചത്. അപ്പം തളർന്ന് മുന്തിരിപ്പാട് ഡാൻസ് കളിച്ച് തളർന്നു പോവുകയാണ് ഈ ഷബി ഇവിടെ. അപ്പോൾ ഒരു കൊക്ക് അത് ഒടിഞ്ഞു വീഴേ. നേരെ തിരിച്ചു. അപ്പൊ നമ്മൾ ഇന്ന് ഇത് സ്ഥലം പറഞ്ഞുതരാം. തെങ്കാശി എന്നല്ല. എന്തായാലും വാ ഫുഡ് കഴിച്ചിട്ട്. ഇവിടെ ഒരു ബോർഡിലും സ്ഥലത്തിന്റെ പേരൊന്നും എഴുതിയിട്ടില്ലേ? ഓക്കെ അറിയോ? സ്ഥലത്തിന്റെ പേര് കുമ്മിളിയാണ് സ്ഥലത്തിന്റെ പേര്. അപ്പാച്ചി മേട് അങ്ങോട്ട് പറഞ്ഞത് പേര്. ആടി പോവുകയാണ്. ഇതാണ് ചിക്കൻ ബിരിയാണി. കഴിച്ചു വെക്കുന്നത്. ചിക്കൻ ബിരിയാണി വന്നു. കൊച്ചിന്റെ പായസം കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞു കേട്ടോ. നിങ്ങളാ അടി കൂടെ കൂടാ പിച്ചൊക്കെ തരും. 3 പിള്ളേര് അടി വെക്കല്ലോ. ടേസ്റ്റ് ചെയ്തൊക്കെ ടേസ്റ്റ് 3 കുട്ടികളും കൂടെ അടി കൂടല്ലോ. 3 കുട്ടികളും കൂടെ ബ്ലാക്ക് 2 വൈറ്റ്. ഇങ്ങനെയൊക്കെ വാരി തന്നാലേ പറ്റൂളാ. നിലമോളെ അമ്മ ബിരിയാണി കഴിക്കാൻ സമ്മതിക്കാതെ നിലമോള് കയറിയിരിക്കുകയാണ്. അപ്പൊ അച്ഛൻ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഒരു ജീവിതത്തിലേക്ക് നിന്നെ വരൂല. വല്ലാതെ ടെൻഷൻ അടിക്കുന്നില്ല. ഇങ്ങോട്ട് അങ്ങ് പോവുള്ളൂ. അത് നിന്നെ വരൂല. ഇതൊക്കെ അമ്മൂമ്മായി മുട്ട ഉണ്ട് കഴിക്കണം. അയ്യോ ഈശോപ്പ് എങ്ങനെയുണ്ട്? കഴിച്ചു വെക്കണം. എങ്ങനെയുണ്ട്? ഗംഭീരം. ഈശോപ്പി തീർത്ത് മൊത്തം തീർത്ത് ഒരു നോക്കിയാണ് ഞാൻ ഒരുമിച്ച് കൊണ്ട് വെച്ചതാണ്. കഷ്ണം ചാത എൻ്റെ നോക്കിയാണ് ചാത ഫുള്ള് ഇരിക്കണം. ഇതെന്തൊരു കൊള്ളൂല്ലേ? ഈശോപ്പി എങ്ങനെ ഉണ്ടായിരുന്നു? ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു? പക്ഷേ വേറ്റത്തിൽ കൂടി പോയി. ഏതാണ്? മിന്റ് ലൈമല്ലേ? അല്ല മിന്റില്ലേ, മോജിറ്റോ. ഇത്തിരി കടുത്ത് പോയല്ലേ? ഒരു ലൈമിന് 100 രൂപ നഷ്ടം ഇവിടെ കണ്ട. ടീ ഷോപ്പിൽ നിലമോൾ ഒന്നിച്ചിരിക്കുകയാണ്. അടിപൊളിയല്ലേ? നല്ല ക്ലൗഡ്സും വയലും കാണാൻ പറ്റുന്നുണ്ട്. മഴയാണ് ഗൈസ്. തേനിയിലോട്ട് പോവാൻ ഇനി വെറും 8 കിലോമീറ്റർ മാത്രം.
ഇങ്ങോട്ട് തന്നെയാണ് ഞാൻ നോക്കിയില്ല. അത് നീ നോക്കിയാ എവിടെ തല എവിടെ നോക്കി വന്നത്? ഒരു വലിയ തല. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തി. കടൈ എൻട്രി ബേക്കറി അല്ല, കടയിൽ കോടൈ. അങ്ങനെ ചായ കുടിക്കാൻ നിർത്തി. ഇതാണ് ഈ കടയുടെ പേര്, കോടൈ എൻട്രി ബേക്കറി. ചായ മേടിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിലമോള ബഹളം കാരണം അനുവിന് ഫുഡ് കഴിക്കാനും പറ്റില്ല, ആഹാരം കഴിക്കാനും പറ്റാത്ത അവസ്ഥയിൽ ദേഷ്യഭാവത്തിരിക്കുകയാണ്. ഈ കുട്ടി ചായ എവിടെ അങ്ങനെ ഗായ്സ് നമ്മളെ ചെക്കിങ്ങിനെ പിടിച്ച 500 രൂപ പൊട്ടിയൊക്കെയാണ് കയ്യിലൊന്ന്. ലൈസൻസ് ഉണ്ടായില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവര് ലൈസൻസ് എന്തായാലും കരുതേക്കണം ഗൈസ്. അപ്പൊ ഇനി കൊടൈക്കനാൽ ട്രിപ്പ് പറഞ്ഞവരാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബുക്കും പേപ്പറും ലൈസൻസ് എല്ലാം വെക്കാനായിട്ട് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പെറ്റി അടിച്ചു വിടും. ഇങ്ങോട്ടുള്ള വിഷ്വൽസ് ഒക്കെ അടിപൊളിയാണ്. നോക്കി കണ്ടോ? കണ്ടോ ഒരു കുട്ടി വാട്ടർഫോൾസ് ഗൈസ്. കൊള്ളാല്ലേ? എത്തി ഗൈസ് കൊടൈക്കനാൽ. പശുവൊക്കെ നിൽക്കുന്നു. എനിക്ക് സ്ഥലം അറിഞ്ഞൂടാ. ഇക്കുവിന് അതിലും സ്ഥലം അറിഞ്ഞൂടാ. ഞാൻ കൊടൈക്കനാൽ വന്നത് 3ാം ക്ലാസ്സില്, അതുകൊണ്ട് വഴി എനിക്ക് അറിഞ്ഞൂടാ. ബസ്സൊക്കെ പോട്ടു. ഗൂഗിള് ചേച്ചി പറഞ്ഞു തരുന്നുണ്ട്. ചേച്ചിനെ പറഞ്ഞു കേട്ടിട്ട് പോവാ. മാഗി വേണം, മാഗി വേണം, മാഗി പറ. സോഡ, ലൈം സോഡ, ഇത് കോഫി, ഇത് എന്തൊക്കെ ഉണ്ട്? പരിപ്പട ഉണ്ട്, ചമ്പക്കട. അത് വാങ്ങിക്കാം, അവിടെ പോയി വാങ്ങിക്കാം. ബ്രെഡ്, എങ്ങനെയുണ്ട് ബ്രെഡ്? ഇതാണ് കൊടൈക്കനാൽ. കൊടൈക്കനാൽ പർച്ചേസിങ് നടക്കുകയാണ്. എന്തൊരു തലയും ചൊറിഞ്ഞിട്ട് പോണം. എല്ലാ സാധനം മാറ്റണം. ഈ കമ്മൽ ഇഷ്ടപ്പെട്ടു. ഇപ്പൊ കമ്മൽ വാങ്ങിക്കാൻ വേണ്ടി നോക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു നോട്ടം നോക്ക്, കണ്ണാടി ഇല്ല. ഇഷ്ടപ്പെട്ടാ? എവിടെ നോട്ട്? 2 മാതിരി, അത് 2 മാതിരി. എല്ലാം ഉണ്ടല്ലോ. അപ്പൊ എടുത്തോ. 2 കൊടുത്താ? വണ്ടി കെട്ടി യാതൊന്നും എടുക്ക്. ഇഷ്ടപ്പെട്ട എടുക്ക്. നോക്കേ, നല്ല നോക്കിയിടേ. വേറെ നോക്ക്, ഇഷ്ടം പോലെ ഉണ്ടല്ലേ. അതൊന്നും വേണ്ട. അതൊന്നും വേണ്ട. ഇതാണ് കൊടൈക്കനാൽ. അപ്പൊ കൊടൈക്കനാൽ വന്ന് ഞാൻ സിംബയെ വാങ്ങിച്ചു കൊടുത്തോണ്ട് ആ സന്തോഷം നടക്കുന്നു. സൈക്കിൾ എടുക്കാൻ പോയി, സൈക്കിള് ഇല്ല, അത് ക്ലോസ് ചെയ്തു. നമ്മളെ എടാ 2 അംഗങ്ങൾ എവിടെ? അതോ പോണു. അടിപൊളി രാത്രി. ഇഞ്ചി ചായ ഉണ്ട്, ചോക്ലേറ്റ് ചായ ഉണ്ട്, മസാല ചായ ഉണ്ട്, ഏലക്ക ചായ ഉണ്ട്, എല്ലാ ഐറ്റം ഉണ്ട്. നൈറ്റ് ഫുഡ്, റൊട്ടി, നൈറ്റ് ഫുഡ്.
കൊള്ളാം. കുഴപ്പം ഇല്ലെന്ന് പറയാല്ലേ. എങ്ങനെയുണ്ട്? ആവറേജ്. ഫൈനലി നമ്മൾ ഈ ഒരു റൂമിലോട്ടാണ് വന്നിട്ടുള്ളത്. ഹലോ ഗായ്സ്, അപ്പോൾ ഗുഡ് മോർണിംഗ്. നമ്മൾ കൊടൈക്കനാൽ എത്തിയിട്ട് ഇവിടെ റൂമിൽ സ്റ്റേ ആണ്. അപ്പം ഇന്നലെ രാത്രി വന്നപ്പോഴത്തേക്കും നമുക്ക് വിഷ്വൽസ് എടുക്കാനൊന്നും പറ്റിയില്ല, ഫോൺ ഓഫായിപ്പോയി. അപ്പം എന്തായാലും ഇന്ന് പോകുമ്പോൾ എടുത്തുതരാം. അപ്പം അതിന് മുന്നേ നമുക്ക് ഇന്നൊരു ഡാൻസ് ആവാം റൂമിൽ. ഓക്കെ, ബൈക്ക് വാ. അപ്പൊ ഗൈസ്, നമ്മളെ ഇവിടെ നിന്ന് റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. അതെന്തോന്നു പട്ടം കറങ്ങണേ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ റേറ്റ് ചെയ്യണം. കാണിച്ചുതരാം. എങ്ങനെയുണ്ട് ഗൈസ് എന്റെ ഔട്ട്ഫിറ്റ്? ഇന്നലെ നമ്മള് രാത്രി വന്ന ക്ഷീണം കാരണം 10-11 മണിയായിട്ടുണ്ടായിരുന്നു റൂമിലെത്തിയപ്പോ. അപ്പൊ റൂം കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് റൂം. കൊള്ളാം, നല്ല റൂം, നല്ല ഹൈജീൻ ഉണ്ടായിരുന്നു, നല്ല ബാത്റൂം ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. അതാണ് മെയിൻ ആയിട്ട് പറയുന്നത്. നല്ല സൗകര്യം. ഓ മൈ ഗോഡ്, വൈറ്റ് ടീഷർട്ട് മറന്നുപോയി. ഓക്കെ, അത് എടുത്ത് സംസാരിക്കാനൊക്കെ ഉണ്ട്. ചാർജർ എടുത്തു? ചാർജർ വേണ്ട. ഗായ്സ്, അപ്പോൾ ഇവിടെ നമ്മൾ ഇറങ്ങി. ഐ ലവ് യു കൊടൈക്കനാൽ. നമ്മൾ ഈ റൂമിലാണ്, ഈ ഹോട്ടലിലാണ് നമ്മൾ റൂം എടുത്തത്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് എല്ലാവരും അവിടെ റെഡി ആയിരിക്കുകയാണ് പോകാൻ വേണ്ടി. അപ്പം രായ്ഷ് റെഡി ആവാൻ ഇച്ചിരി ഡിലേയാണ്. രായ്ഷ് വന്നില്ല. അപ്പം ബിജു, ശ്രീകുട്ടി, ഈശോപ്പി എല്ലാം റെഡി ആയിരിക്കുകയാണ്. ഈശോപ്പി കൈ അടിച്ച്. അപ്പോൾ ഓക്കെ, സെറ്റ് റൂം. ബാക്കി കാര്യങ്ങൾ ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മളൊരു റൂട്ട് മാപ്പ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ പോകാനാണ് പ്ലാൻ. മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. ഇതാണ് ഈശോപ്പിയാ. നല്ല ഡ്രസ്സ് കൊള്ളാം കേട്ടാ. അതെടുത്ത് അടിപൊളിയായിട്ട് രാജ പദവിയാണ്. ബ്ലോക്കാണ് ചർച്ച്. പ്രയർ നടക്കുന്നുണ്ട്. സൺഡേ, ഇന്ന് സൺഡേ. ഫ്രൂട്ട്സ് ഓടി പോവുകയാണ് കൊടൈക്കനാൽ മൊത്തം കാണാൻ വേണ്ടി. ഈ സ്ഥലത്തിന്റെ വ്യൂ പോയിന്റ് എന്തോ കൊടൈക്കനാൽ. ഇതൊന്നും എടുത്തോട്ട്. ഇതാണ് കൊടൈക്കനാൽ മൊത്തം കാണാന്നുള്ള വ്യൂ പോയിന്റ് കേട്ടാ. കടലൊന്നും അല്ല, അത് ഡാം. കടല. ഹായ് ടാറ്റ അങ്ങോട്ട് പോട്ട്. അയ്യോ, പിണങ്ങി പോയി. അവിടുത്തെ ഫുഡ് മാഗി ഓംലെറ്റ്. പോയിക്കോ, ചില്ല ജമ്പ് ചെയ്ത് പോ. അങ്ങനെ പോ. കുട്ടിത്താറ
ആ രണ്ടുപേരും കൂടെ അങ്ങനെ തന്നെ ജമ്പ് ചെയ്ത് മിടുക്കന്മാര്. ബ്രെഡ് ഓംലെറ്റ്, മാഗി, അതെ കുക്കിംഗ്. വന്നിട്ട് രാവിലെ മോർണിംഗ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് മാഗി അല്ലേ. എന്താണ് അഭിപ്രായം മാഗിയെ പറ്റി? മാഗി വളരെ നല്ലതാണ്. മാഗി ഒരു ഇതാണ് ഇതാണ്. ഈ ഷോപ്പിൽ മാഗി കഴിക്കുകയാണ്. മാഗി ഇഷ്ടപ്പെട്ടാ? 3 ബേബീസിനെ കൊണ്ട് നടക്കുന്നത്. 1, 2, 3. നടക്കി വരി വരിക നടക്കി. 3 ബഹളം ഉണ്ടാകാതെ വരി വരിക ബഹളം. പോട്ട് വരി വരിക നടേ. വരി വരിക നടേ. അങ്ങനെ നടേ. ബഹളം കാണിക്കല്ലേ. അടുത്തതായി നമ്മൾ വന്നിരിക്കുന്നത് പമ്പ ഫാൾസ്. കൊടൈക്കനാലിലെ പമ്പ ഫാൾസ്. നോക്കട്ടെ. ഇതാണ് പമ്പ ഫാൾസ്. ഇതാണ് പമ്പ ഫാൾസ്. മുകളിൽ പോയിട്ടില്ല. വാ. ഈ ഷോപ്പിന്റെ ഫാൻസ്. ഒറ്റയ്ക്ക് പറഞ്ഞോണ്ട് കഥ പറഞ്ഞപ്പോ എല്ലാരും 4 മണിക്ക് പോയി. അവന്റെ പുളുക്കഥ സ്വന്തം ഭാര്യ പോലും കേൾക്കാൻ നിൽക്കല്ല. ഭാര്യയ്ക്ക് രാജ്യം മതി. ഒരു വെറൈറ്റി ഫോട്ടോ എടുക്കാം ശ്രീകുട്ടി. കോഫി എടുത്തിട്ട് അവിടെ പോയി ഇത് എടുത്താലോ. കണ്ടോ ഗൈസ്, ഒരു ഫോട്ടോ എടുക്കാൻ വരുന്ന പാടാണ്. എന്റെ കയ്യിലെത്താ അതുകൊണ്ട് മഞ്ഞിറങ്ങി. കണ്ട സന്തോഷത്തിൽ പോവുകയാണ്. ഡേ ശരിക്കും പറഞ്ഞ ആടിപ്പൊളി. എവിടെ പോയാലും ഏതെങ്കിലും മൃഗങ്ങൾ പശു വിളിച്ചാൽ വരൂല. പശു പട്ടിയല്ല. കണ്ട പുലിക്കുട്ടിയെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അയ്യോ മഞ്ഞിറങ്ങി വന്നു. ഇപ്പോഴാണ് സെറ്റായത് കേട്ടാ. ഈശോപ്പി മഞ്ഞിറങ്ങി. ഈശോപ്പി 2 പേര് കിടക്കുന്നു. വിളിക്കണം. ആടെ ഇവിടെ ഫോട്ടോ എടുക്കാടാ. നല്ല ബ്ലോക്കാണ്, നല്ല ബ്ലോക്ക്. ഓക്കെ, അവിടെ വണ്ടിയുടെ ഫ്രണ്ട് നല്ല ഡാൻസ് ഒക്കെ നടക്കുന്നത്. അങ്ങനെ നമ്മള് സ്ഥലത്തിന്റെ പേര് ഒന്നും പിടുത്തമില്ല, എന്തായാലും പറയാം. ഇവിടെ വന്ന് നമ്മൾ ഗുണാകാവിലാണ് നമ്മൾ വന്നത്. അടിപൊളി. അങ്ങനെ ഗുണാകാവിൽ എത്തിയിരിക്കുകയാണ്. കൊടൈക്കനാൽ പോകും. കിട്ടിയാ സന്തോഷയാ. ഓക്കെ വാ. അടിപൊളി. അയ്യാ അപ്പിക്ക് വാങ്ങിച്ചാ. ഞാൻ കണ്ടിട്ട് കാര്യമില്ല, പറഞ്ഞ കാര്യമില്ല. കോമഡി അറിയില്ലേ. അതെല്ലാം കിട്ടിയതെല്ലാം തിന്ന് വാരിമാ. 2 ജിങ്കാരികൾ പോവുകയാണ്, കടന്നു പോവുകയാണ്. ഈ ഷോപ്പി ഇവര് പേരെന്ത്? ഇത് മറന്നുപോയ ചോളം. കോണം കഴിച്ച് നടക്കുകയാണ്. ഇതെനിക്കിഷ്ടമല്ല.
മറ്റുള്ളവർ കൊടുക്കാതെ സ്വന്തമായിട്ട് കഴിച്ചു കിടക്കുകയാണ്. അപ്പി കഴിച്ചാ സാമാനിവിടെ ഉണ്ട്, രണ്ടുപേരും ഇവിടെ ഉണ്ട്. അടിക്കൽ അടികൂടലും. സോറി, ഇത് ഗുണാർക്ക വരില്ല, പില്ലർ റോക്ക്. ഞാൻ ഗുണാർക്കെന്നൊക്കെ പറഞ്ഞ് പ്രഖ്യാപിച്ച്. വന്നു. ഇത് പില്ലർ റോക്ക് എന്ന് സ്ഥലത്തിന്റെ പേര്. അപ്പൊ പില്ലർ റോക്ക് ആകുമ്പോഴത്തേക്ക് ഒന്ന് കാണിച്ചു കൊടുക്കും മറ്റേ സാധനം. തീറ്റടി അയച്ചു എന്റെ ദിവസം. മതി, ഓക്കെ, ഇറങ്ങിയോ? അതാ ഇത് പറഞ്ഞേ ഉള്ളൂ. മൂന്നാനകള് പോനെ പോയി. സ്റ്റാച്ചു ആണ് കേട്ടോ, പക്ഷെ കണ്ട കൊള്ളാല്ലേ. അപ്പൊ അങ്ങോട്ടൊക്കെ പോയി, ഈ പാലം കയറി പോവാൻ കേട്ടോ. അവൻ അങ്ങോട്ട് പറ്റില്ല, പാലത്തിൽ കയറി പോവാണ്. വിശ്വ കയറിക്കോ. പോട്ടെ, തിരിഞ്ഞു നോക്കിയോ. ഇതാണ് സില്ലല്ലോ. എന്തുണ്ട് പ്രത്യേകത? അങ്ങോട്ടൊക്കെ നടന്നു. ആ വീഡിയോ നല്ല കളർ ടൂണ് കേട്ടോ ഇവിടെ വീഡിയോ എടുക്കാനൊക്കെ. അങ്ങോട്ട് പോയിട്ടോ. അടുത്ത് നമ്മളിവിടെ തിരിച്ചിട്ടുണ്ട്. ഇനി എങ്ങനെ ഗുണാക്കാവിൽ പോകുമെന്ന് പറഞ്ഞാണ് പോകുന്നത്. റൂട്ട് മാപ്പല്ല ലിജു. അപ്പം നമുക്ക് എവിടെ പോകണമെന്ന് അടുത്ത പ്ലാൻ അറിയില്ല. എവിടെയായിരുന്നു നമുക്ക് നോക്കാം. ഇതായിരുന്നു ഞാൻ പോകണം. അവനെ പറ്റുള്ളൂ. അപ്പം ഞാൻ പോകാം. ഞാൻ പോകാം. ഓക്കെ, ഞാൻ പോകാം. അടുത്ത സൂപ്പർ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ഓക്കെ, എന്റെ ഇല്ല വണ്ടിക്കകത്ത്. എന്താണ് അഭിപ്രായം? എങ്ങനെയുണ്ട്? ഓക്കെ അടിപൊളി സാധനം. എവിടെ അങ്ങനെ പിടിച്ചോണ്ടിരിക്കലേ? അയ്യോ ചത്ത ഇവിടെ ചെവി കൂടുതൽ. അങ്ങനെ പോകും. നെക്സ്റ്റ് നമ്മള് ചെല്ലണ ഗുണ കേവിലോട്ടാണ്. നല്ല തിരക്കുണ്ട്, നല്ല ക്ലൈമറ്റ് ഉണ്ട്. ഇവിടെ ഫുള്ളായിട്ട് നല്ല ചെളിയുണ്ട്. ഭയങ്കര ആളാണ് ഗൈസ്, നല്ല ക്രൗഡുണ്ട്, സ്ഥലമില്ല. രണ്ട് കൊരങ്ങന്മാര് ഭയങ്കര ബഹളവും അക്രമവുമാണ്. ഓക്കെ, ഒരാളെടുക്കുന്നുണ്ട്. ആളുമായിട്ട് ഭയങ്കര ഇണക്കമായി. ഒരമ്മ കുരങ്ങൻ ഇരിപ്പുണ്ട്. ഇതിന്റെ അകത്ത് എന്താണെന്ന് അറിഞ്ഞൂടാ. ചാടിയത് ഇതുവഴി മഞ്ഞുമേൽ ബോയ്സിലെ മൂവിയില് ചാടിയ മതി.
ഇതാണ് ഗുണാക്ക് ഈ ഷോപ്പി. അപ്പൊ നമ്മൾ തിരിക്കുകയാണ് അല്ലേ? ഇഷ്ടപ്പെട്ടാ? എടുത്താ? അടിപൊളി അല്ലേ? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? അടിപൊളി. അപ്പൊ നമ്മളെ തിരിച്ച് എന്തോ മുകളിൽ ആകാശം തിരിക്കണ. ഓഹോ, എന്തായാലും സൂപ്പർ അല്ലേ? ടെമ്പോടാ. അപ്പം നമ്മൾ തിരിച്ച് പോണ വഴി നൈറ്റ് ഫുഡ്. ഇതാണ് കമ്പം. പറഞ്ഞു. നീ പറയണോ? ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ ഇറങ്ങി, പക്ഷേ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് എടുത്തില്ല. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ഇറങ്ങി, അപ്പൊ അത്ര ഇതായില്ല. അപ്പൊ നൈറ്റ് ഫുഡ് കമ്പത്തിൽ നിന്നാണ് കഴിക്കുന്നത്. കമ്പം ഇതാണ് കമ്പം. കമ്പം എത്തി. അത്യാവശ്യം നല്ല സിറ്റിയാണ് കേട്ടോ. നമ്മൾ പറഞ്ഞ വഴിക്ക് മെഡിക്കൽ സ്റ്റോറൊക്കെ കുറവാണ്, പക്ഷെ ഇവിടെ അപ്പോൾ മെഡിക്കൽ സ്റ്റോർ എല്ലാ കാര്യങ്ങളും ഉണ്ട്. എന്തായാലും കൊള്ളാം, ഇവിടെ കൊള്ളാം, കമ്പം കൊള്ളാം. കമ്പം ഒരു സിറ്റി തന്നെ. വന്ന സ്ഥലം വെച്ച് ഇപ്പം കൊടൈക്കനാൽ വന്ന സ്ഥലം വെച്ച് അത്യാവശ്യം നല്ല സിറ്റി, അത്യാവശ്യം നല്ല വൃത്തിയും ഹോട്ടലൊക്കെ കണ്ടത് ഇവിടെ തന്നെ. കൊള്ളാം. ഷോപ്പിൽ പയ്യ മന്ദം നടന്നു പോവുകയാണ്. കുഴപ്പമുള്ളതല്ലേ? പഴം പോലും കമ്പത്ത് വന്ന് ദയവ് ചെയ്ത് ആരും കൊത്തു പൊറോട്ട വാങ്ങിക്കരുത്. പൊറോട്ടയും പൊറോട്ട നല്ലതാണ്. കാടക്കോഴി കറിയും